ഹലോ ഡിയർ ചിൽഡ്രൻ, പാരൻസ്, ഹലോ ഹലോ. എല്ലാവരും പാട്ടിലും ഡാൻസിലും തന്നെ ആയിപ്പോയോ? ഇല്ല, ഒരു റെസ്പോൺസും ഇല്ല അല്ലേ? ഓക്കെ, സാരമില്ല. എന്നാലും നമ്മൾക്ക് ഞാൻ ഈ സ്കൂളിൽ വന്നിട്ട് ഏകദേശം 3-4 വർഷമായി. ഈ സ്കൂളിൽ വന്നതിന് ശേഷം ഞാൻ പാരൻസിനോട് ഒരുപാട് കാര്യങ്ങൾ, മേൽപ്പറമ്പിൽ പ്രിൻസിപ്പളായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ദിരാനഗറിൽ ഒരുപാട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചില പാരൻസുകൾ എന്നോട് തട്ടിക്കയറിയിട്ടുണ്ട്. പല കാര്യങ്ങൾ കൊണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട്. ഒരു സ്കൂളിൽ ആകുമ്പോൾ സാധാരണ ഇതൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു കാര്യമാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതായത് സാർ, ഇവർ ഈ ഓപ്പറേറ്റർമാർ ഒരു 10 മിനിറ്റത്തേക്കില്ല. അപ്പോൾ സാർ ജസ്റ്റ് പാരൻസുമായിട്ട് ഒന്ന് ഇൻട്രാക്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻട്രാക്ഷൻ ചിലപ്പോൾ നടക്കുമെന്ന് അറിയില്ല, കാരണം ഞാനും നിങ്ങളും തമ്മിൽ നല്ല ദൂരമുണ്ട്. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മൾക്ക് ചില കാര്യങ്ങൾ സംസാരിച്ച് അങ്ങോട്ട് പോകാം. അപ്പോഴത്തേക്ക് അവർ വരും. ഞാൻ ഏകദേശം 10-17 വർഷക്കാലം ഈ മോട്ടിവേഷൻ ഫീൽഡിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാവുന്നവർക്ക് കേൾക്കാം. അതായത് നമ്മുടെ അനുഭവം തന്നെയാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല. നമ്മളെ കുട്ടികളോട് ആദ്യം ഒരു ചോദ്യം ചോദിക്കാം. മക്കളെ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? മക്കളെ, കുട്ടികളിലെ കുറേ ഉണ്ടല്ലോ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം? ഒന്ന് പറഞ്ഞേ. ഇഷ്ടമില്ലാത്ത കാര്യം എന്താണ്? ഏതാണ്? അതാ ഒന്ന്. എന്താണ്? ഉറക്കെ പറഞ്ഞോ, പേടിക്കണ്ട. അത് തന്നെ. എഴുതാനും വായിക്കാൻ പറയുന്നത് അല്ലേ? ഒന്ന്. പിന്നെ ഹോംവർക്ക് ചെയ്യിപ്പിക്കൽ. പിന്നെ പഠിക്കുന്നത്. കണ്ടോ? ഇതേ അവർ ആദ്യം പറയും. ഞാൻ എവിടെ ക്ലാസ്സിന് പോയി ചോദിച്ചു കഴിഞ്ഞാലും ആദ്യം കുട്ടികൾ പറയാം. പിന്നെ മെയിനായിട്ട് ഒരു കാര്യമുണ്ട്. എന്താ അറിയാ? നിങ്ങളോട് പറയട്ടെ? ഉപദേശം. അല്ലേ? അല്ലടാ, ഉപദേശിക്കുന്നത് ഇഷ്ടമാണോ? ഉപദേശിക്കുന്നത് ഇഷ്ടമാണോ? ഇങ്ങനെ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇഷ്ടമാണോ? ഇല്ല, ദേഷ്യം വരുന്നില്ലേ? ഇതാണ്. അതായത് നമ്മളെ മക്കൾക്ക് നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് അവർക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണോ അതാണ് അവർക്ക് ഏറ്റവും വലിയ പ്രശ്നം. ഇതാണ് നമ്മളെല്ലാ വീടുകളിലും നടക്കുന്നതും. അപ്പോൾ ഞാൻ ചെറിയൊരു കഥയല്ല, ഒരു കാര്യം ഒന്ന് പറയണം. അതായത് ഒരു ഗ്രേറ്റ് പെയിൻറ്ററായിട്ടുള്ള ഒരാൾ, പെയിൻറ്റർ പറഞ്ഞാൽ ഈ ചുമരിന് പെയിൻ്റ് അടിക്കുന്ന ആളല്ല, വലിയൊരു ആർട്ടിസ്റ്റാണ്, ചിത്രം വരയ്ക്കുന്ന ആൾ. ഇയാളിൻ്റെ കീഴിൽ ഒരു ശിഷ്യൻ പഠിക്കാൻ വേണ്ടി പോയി, ചിത്രം വരയ്ക്കാൻ വേണ്ടി പഠിക്കാൻ വേണ്ടി പോയി. അങ്ങനെ പഠിച്ച് വലിയ കലാകാരനായി. അങ്ങനെ അയാളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു ചിത്രം വരയ്ക്ക്. ആ ചിത്രം വരച്ച് നീ ഒന്ന് റോഡ് സൈഡിൽ അതൊന്ന് എക്സിബിഷൻ ഇങ്ങനെ എക്സിബിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരി, ഓക്കെ ഗുരു, ഞാനത് ചെയ്യാം. അങ്ങനെ ഇവൻ രാവിലെ തന്നെ വളരെ ഇൻട്രസ്റ്റോടുകൂടി ആ ചിത്രം വരച്ച് ആ റോഡ് സൈഡിൽ വെച്ചിട്ട് പിന്നെ അതിന് താഴെ ഒരു ബുക്കും വെച്ചു. ഈ ചിത്രത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്കും അവിടെ വെച്ചു കൊടുത്തു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ബുക്കിൻ്റെ പേജ് ഏകദേശം തീർന്നു കഴിഞ്ഞു. മൊത്തം പരാതിയാണ്. നിങ്ങൾ വരച്ച ചിത്രം കൊള്ളൂല, നിങ്ങൾ വരച്ച ചിത്രത്തിന് ജീവനില്ല, നിങ്ങൾ വരച്ച ചിത്രത്തിൻ്റെ കൈ ശരിയില്ല, കാല് ശരിയില്ല, അങ്ങനെ പറഞ്ഞ് എല്ലാം പറഞ്ഞ് മൊത്തത്തിൽ അയാൾ വൈകുന്നേരം നോക്കുമ്പോഴത്തേക്ക് മുഴുവനും പോസിറ്റീവ് 1-2 ഉള്ളൂ, നെഗറ്റീവാണ് ഏറ്റവും കൂടുതൽ. നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? പാരൻസിൽ നിങ്ങളൊരാൾ ഒരു കേക്ക് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡിഷ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യും ചേച്ചി? എന്ത് ചെയ്യും? അന്നത്തോടു കൂടി ആ ഫീൽഡ് വിടും അല്ലേ? അന്നത്തോടു കൂടി ആ ഫീൽഡ് വിടും. ഇതാണല്ലോ എല്ലായിടത്തും സംഭവിക്കുന്നത്. ഓക്കെ, ഇയാൾ ആകെ നിരാശനായി. അന്ന് വൈകുന്നേരം നിരാശനായി. അങ്ങനെ ഈ ചിത്രം വരയ്ക്കുന്ന ഫീൽഡ് തന്നെ വിടാൻ തീരുമാനിച്ചു. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, ഗുരു, ഈ ബുക്കിലെല്ലാം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ ചിത്രങ്ങൾ ഇത്രയും മോശമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, അപ്പം ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്നും ചെയ്യണ്ട, നാളെ ബുക്ക് വെക്കണ്ട, കുറച്ച് പെയിൻറ്റിങ് ബ്രഷ്, ക്രയോൺസ്, കളറ്, പെൻസില് ഇതെല്ലാം ഒന്ന് വെക്കുക ആ ചിത്രത്തിന് താഴെ എന്ന് പറഞ്ഞു. കുട്ടികളെല്ലാം കേൾക്കുന്നുണ്ടാവും, പാരൻസും കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെച്ചു. ഈ ആൾ പോയി പിറ്റേ ദിവസം അതേ ചിത്രം, തലേദിവസം വരച്ച അതേ ചിത്രം തന്നെ വരച്ചിട്ട് താഴെ വരച്ചു. എന്നിട്ട് പറഞ്ഞു, ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി ശരിയാക്കണം, അതിനുള്ള
പെൻസില്, ക്രയോൺസ് എല്ലാം താഴെ വെച്ച് കൊടുത്തു. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? അതന്നെ, നീ കറക്റ്റ്. മോൻ്റെ പേരെന്തെന്ന്? ഷഫാഫ്. എനിക്കറിയാവുന്നെ അല്ലേ? സാറിന് അറിയാമല്ലോ എനിക്ക്. ഓക്കെ, മോൻ പറഞ്ഞു നല്ലൊരു കൈയടി കൊടുത്തേ. അവന് നല്ലൊരു കൈയടി കൊടുത്തേ. അവന് ഉത്തരം പറഞ്ഞ കറക്റ്റാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്ന്. ഒന്നും ചെയ്തിട്ടില്ല. കുട്ടികളെ നിർത്തിക്കൊണ്ട് പറയാൻ പാടില്ല. ഇതുതന്നെയാണ് നമ്മളെ അവസ്ഥ, പാരൻസിൻ്റെ അവസ്ഥ. നമുക്കും എന്തു ചെയ്യാൻ പറ്റുന്നില്ല? ഇനി പ്രതിവിധി കാണാൻ പറ്റുന്നില്ല. അതാണ് സംഭവം. ഇതെന്താണ്? ഇപ്പം ഞാൻ പറയാം, എൻ്റെ 2 മക്കളും പഠിക്കുന്ന ബില്യാർഡ്സിലാണ്. നിങ്ങൾ അനുഭവിക്കുന്ന അതേ ബുദ്ധിമുട്ട് ഞാനും അനുഭവിക്കുന്നുണ്ട്. രാവിലെ അവർ ഉറങ്ങി എഴുന്നേൽക്കുന്നുണ്ടോ? ഇല്ല. സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നു അല്ലേ? പിന്നെ എന്തെങ്കിലും ശാഠ്യം പറഞ്ഞിട്ട് LKG UKG കുട്ടിയാണെങ്കിൽ അല്ലേ, രാവിലെ എന്തെങ്കിലും ശാഠ്യം പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്ത് അത് തരാം ഇത് തരാം എങ്ങനെല്ലാം പറഞ്ഞിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് രാവിലെ അല്ലേ വിടുന്നത്. ഇതേ അവസ്ഥ എനിക്കും ഉണ്ടാകുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇതൊക്കെ സഹിച്ച്, ഞാനും നിങ്ങളെപ്പോലെ തന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കർ ആയതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ അവസ്ഥ എനിക്കുണ്ട്. ചില സമയത്ത് ദേഷ്യപ്പെടേണ്ടി വരുന്നു. കുട്ടികളോട് ദേഷ്യപ്പെടാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഈ രാവിലെ ഈ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ശരി നിങ്ങൾ സ്കൂളിൽ വരുന്നില്ലെങ്കിൽ വരണ്ട, ഞാൻ ബില്യാർഡ്സിൽ നിങ്ങളെ അടുത്ത വർഷം ഒഴിവാക്കാം. നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ സ്കൂളിൽ പഠിക്കണ്ട. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എൻ്റെ ഷർട്ടും ഇതൊക്കെ ഞാൻ ധരിക്കാൻ സ്റ്റാർട്ട് ചെയ്യും. ആ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ വേഗം യൂണിഫോം കൊണ്ടുവരും, അയൺ ചെയ്യാൻ പറയും, ഷൂ കൊണ്ടുവരും. ഞാൻ റെഡിയായി. ഫസ്റ്റ് ഞാൻ റെഡിയായി സ്കൂളിലേക്ക്. ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ റെഡിയാകുന്നത് ഞാൻ പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു റോൾ മോഡൽ ആവാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തിടത്തോളം കാലം പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഈ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തുകയാണ് ഏറ്റവും. ഞാൻ നേരത്തെ ചിത്രകാരൻ്റെ കഥ പറഞ്ഞില്ലേ, അതായത് ചിത്രം വരച്ചു, അതിൽ തെറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ അത് സോൾവ് ചെയ്യുന്നതാണ് ഓരോ രക്ഷിതാവിൻ്റെയും കടമ. അവിടെയാണ് നമ്മൾ യഥാർത്ഥ രക്ഷിതാവ് ആവുന്നത്. ഇപ്പം നമ്മളോട് കുട്ടികളെ ശാഠ്യം പിടിക്കുമ്പോൾ നമ്മൾ അതിനേക്കാളും ശബ്ദത്തിൽ ശാഠ്യം ഇത് ഒഴിവാക്കാൻ വേണ്ടി ഷൗട്ട് ചെയ്യും. അത് എവിടെയും കാര്യമില്ല. 2 ദിവസം കഴിയുമ്പോൾ അവൻ ഇങ്ങോട്ട് ശടിക്കാൻ തുടങ്ങും. അത് നമുക്ക് എല്ലാവർക്കും. അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ഒരു റോൾ മോഡൽ നമ്മൾ തന്നെ കാണിക്കുകയാണെങ്കിൽ, ഇത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിത് ഫീലായ ഒരു കാര്യമാണിത്. അപ്പോൾ അതുകൊണ്ട് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യുക കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്തെങ്കിലും മോട്ടിവേഷൻസ് ആയിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണ് പോയിന്റ് നമ്പർ 1. രണ്ടാമത്, കുട്ടികളെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്? ഗെയിം. പിന്നെന്താണ്? ഫുട്ബോള്. ഇനി പാരൻസിനോട് ചോദിക്കാം, ഏറ്റവും കൂടുതൽ നിങ്ങൾ തടസ്സപ്പെടുന്ന കാര്യം എന്താണ്? ഫോണ്. പിന്നൊന്ന് പഠിക്കാതെ കളിക്കാൻ പോവുക അല്ലേ? നമ്മൾ ഈ രാജ്യത്ത് മാത്രമേ ഉള്ളൂ ഇത്രയും ഹോംവർക്കും ഇത്രയും ബുക്സും. ഞാനൊരു പ്രിൻസിപ്പളാണ്, എന്നിരുന്നാലും പറയുന്നത്, കേഴ്സീവ് റൈറ്റിങ്, കോപ്പി, നോട്ട് ബുക്ക്, ടെക്സ്റ്റ് ബുക്ക്, ചോദ്യോത്തരം, ഇതൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. കുട്ടികളെ കൂടെയുണ്ട്, എന്നിരുന്നാലും ഞാൻ പറയുന്നത്, കാരണം നമ്മളെപ്പോലുള്ള മറ്റ് രാജ്യങ്ങളിലെ കഴിവുകൾക്കാണ് പ്രാധാന്യം. അതായത് നമ്മളിവിടെ രക്ഷിതാക്കൾ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട്. ഇതിൽ എന്തെങ്കിലും പ്രൊഫഷൻ ചെയ്യുന്ന ആളുണ്ടാവും അല്ലേ? ഇപ്പോൾ സാറിനോട് ചോദിക്കുക, സാർ ഇപ്പോൾ എന്താണ് പ്രൊഫഷൻ, എന്താണ് സാറ്? അക്കൗണ്ടൻ്റ് അല്ലേ? പണ്ട് നമ്മൾ മലയാളം പഠിച്ചിന്, അത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ടായില്ല. കവിത അല്ലേ പഠിച്ചത്? ചിലപ്പോൾ ഷേക്സ്പിയറിൻ്റെയോ ഷെല്ലിയുടെയോ പോംസ് പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മാത്സിൽ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ = 1, അല്ലെങ്കിൽ ടാൻ സ്ക്വയർ തീറ്റ, ഇങ്ങനെയെല്ലാം പഠിച്ചിട്ടുണ്ടാവും. 1 അല്ല ടാൻ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഈ മക്കളുടെ തലയിലേക്ക് കുത്തി കയറ്റുന്നത് ഇപ്പോഴുള്ള വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമാണത്. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള പ്രിൻസിപ്പാൾമാർ തന്നെ ഇത് പറയുന്നുണ്ട്, ഇത്തരത്തിലുള്ള രീതി ആവശ്യമില്ല. നിങ്ങൾ ഒരിക്കലും കുട്ടികളോട്, ഈ 4-5 ക്ലാസ് വരെയുള്ള കുട്ടികളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്,
ഹോംവർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധിക്കരുത്. രണ്ടാമതായിട്ട് പറയാനുള്ളത്, അവർക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടാവും. ഹോംവർക്ക് ഒരിക്കലും നിർബന്ധിക്കരുത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് അവരിൽ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഹോംവർക്ക് കൂടുതൽ കൊടുത്ത് നമ്മൾ പഠിക്കുന്ന കാലത്ത് ആലോചിച്ച് നോക്കി, ഒരു 10 പേര് ക്ലാസ്സിൽ കണക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കും, ബാക്കിയുള്ളവരൊക്കെ പിറകോട്ട് പോകും. അതുകൊണ്ട് തന്നെ കണക്കിൽ ശ്രദ്ധിക്കാതെ കണക്ക് എന്ന സബ്ജക്റ്റിനോട് ഭയങ്കര പേടിയും ഒക്കെയായി നമ്മൾ മാറിപ്പോകുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിൽ 1-ാം ക്ലാസ്സിലൊക്കെ കണക്കറിയാത്തതുകൊണ്ട് ബാക്ക് ബെഞ്ചിൽ ഇരിക്കലാണ് എൻ്റെ പതിവ്. ബാക്ക് ബെഞ്ചിൽ ഇരുന്നു കൊണ്ട് കരയുകയാണ്. കാരണം കണക്കറിയില്ല, ടീച്ചറോട് സംശയങ്ങൾ ചോദിക്കാൻ പേടി. അതുപോലെ തന്നെ ടീച്ചറോട് ചില കാര്യങ്ങൾ ചോദിച്ചാൽ ഞാൻ അതിന് കൃത്യമായ ഉത്തരങ്ങൾ കിട്ടുമോ എന്നൊരു സംശയം. അതുകൊണ്ട് തന്നെ ഭയങ്കര പേടിയോടുകൂടിയാണ് മാത്സ് ക്ലാസ്സിന്. അങ്ങനെ ചില ടീച്ചർമാരുടെ മുമ്പിലും ചില സബ്ജക്റ്റിൻ്റെ മുമ്പിലും കുട്ടികൾ വളരെയധികം പേടിയോടെ ഭയത്തോടെ ഇരിക്കുന്നുണ്ട്. വീട്ടിൽ വന്നിട്ട് വീണ്ടും ഇത് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി വേറൊരു കാര്യമുണ്ട്, ഈ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്നല്ലാണ്ട് ഈ കുട്ടികൾക്ക് പലപ്പോഴും ഒന്നും മനസ്സിലാവാറില്ല. അത് നമ്മളെല്ലാ രക്ഷിതാക്കളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പല കുട്ടികൾക്കും, അതായത് ഒരു ക്ലാസ്സിൽ 25 കുട്ടികളുണ്ടെങ്കിൽ ഒരു 10 കുട്ടികൾ കുറച്ചെങ്കിലും കാര്യങ്ങൾ ഗ്രഹിക്കുന്നുണ്ടാവും. ബാക്കിയുള്ള 15 കുട്ടികൾക്കും എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും, പേടിയുണ്ടാവും, ശ്രദ്ധയുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ്സിൽ ഒരു ടീച്ചർക്ക് 25 പേരെയും ഒരുപോലെ ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം അത് സാധിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും നല്ല ഒറ്റൊരു പ്രൊഫഷനിലേക്ക് എത്തുമായിരുന്നു. അങ്ങനെ ഇപ്പോൾ സാറ് പറഞ്ഞു ഞാൻ അക്കൗണ്ടൻ്റായി, സാറിൻ്റെ ക്ലാസ്സിലെ മറ്റൊരു കുട്ടി വേറൊരു ഇതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ആരെങ്കിലും പഠിച്ച ഓരോ ആൾക്കാരും ഓരോ മേഖലയിലാണ് എത്തിയിരിക്കുന്നത്. കാരണം എന്താണ്, എല്ലാവരുടെയും ബ്രെയിൻ വ്യത്യാസമാണ്, ചിന്ത വ്യത്യാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് കഴിവുകൾക്കാണ് പ്രാധാന്യം. മക്കളോട് കൂടുതൽ ഹോംവർക്കും മറ്റു കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ വീട്ടിൽ ഒരു ടോയ് കാറ് കിട്ടി കഴിഞ്ഞാൽ ആദ്യത്തെ 1-2 ദിവസം അവൻ നന്നായിട്ടത് ഓടിക്കും. 3-ാമത്തെ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും, അതിനെ മെല്ലെ ബാറ്ററി എടുക്കും, പിന്നെ അതിൻ്റെ സ്ക്രൂ എടുക്കും, അല്ലേ? എന്തുകൊണ്ടാണ്? നമ്മുടെ മുന്നിൽ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ കുട്ടിക്ക് എന്താണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ജിജ്ഞാസ, അറിയാനുള്ള ആഗ്രഹം, അതിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി എന്താണ്, എന്തുകൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതിലെ ടെക്നോളജിയാണ്. നേരെ മറിച്ച് പെൺകുട്ടിക്ക് ഒരു കാറ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി 10 വയസ്സ് വരെ ആ കാറിന് നല്ല പോലെ പൊടിയെല്ലാം തട്ടി മാറ്റി നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ച് കൊടുക്കും. അത് പൊതുവേ ലേഡീസെല്ലാം അങ്ങനെ തന്നെയാണല്ലോ ജീവിതത്തിലും. അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് നന്നായിട്ട് വെക്കുക. ആൺകുട്ടികളാണെങ്കിൽ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിടുക എന്നുള്ളത്. ഇതൊക്കെ ഈ ശീലം നമ്മൾ ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറഞ്ഞ പോലെ ചെറുപ്പത്തിലുള്ള ശീലം അങ്ങോളം ഉണ്ടാകും. അത് ലൈഫ് എൻഡ് വരെ ഉണ്ടാവും. കാരണം നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് വേറെ വേറെ രീതിയിലാണ്. നിങ്ങൾക്കറിയോന്നറിയില്ല, തോമസ് ആൽവ എഡിസൺ, എത്ര പേർക്കറിയാം? തോമസ് ആൽവ എഡിസൺ കേട്ടിട്ടുണ്ടോ? ആരാന്നത്? ഒരു വലിയ സയൻറ്റിസ്റ്റാണ്. അതായത് നമ്മൾ ഈ കാണുന്ന ബൾബ് ഉണ്ടല്ലോ, ഈ ഫിലമെൻ്റ് ബൾബ്, ഇത് അദ്ദേഹം കണ്ടുപിടിച്ചാണ്. അതുപോലെ ഞാനിപ്പോൾ സംസാരിക്കുന്ന മൈക്രോഫോൺ, ഇതിൻ്റെ ഉള്ളൊരു മാഗ്നറ്റാണുള്ളത്, കാന്തമാണുള്ളത്, അതിൻ്റെ ഉള്ളിലും കാന്തമാണുള്ളത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വയർലെസ് വഴി അങ്ങോട്ട് കണക്ട്. ഇതിൻ്റെ എല്ലാം ഉപജ്ഞാതാവ് ഫസ്റ്റ് കണ്ടുപിടിച്ച തോമസ് ആൽവ എഡിസൺ ആണ്. ഈ തോമസ് ആൽവ എഡിസൻ്റെ സ്കൂളിലെ ജീവിതം നിങ്ങൾക്ക് അറിയോ? ആർക്കെങ്കിലും അറിയോ? ഇവൻ പോയിട്ട് ചെറുപ്പത്തിലുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടക്ക് അടയിരിക്കലാണ്. സാധാരണ മുട്ടക്ക് അടയിരിക്കേണ്ടത് ആരാന്ന്? കോഴിയല്ലേ. ഇവൻ മുട്ടക്ക് പോയിട്ട് അടയിരുന്നു. എന്താ പറയുക, എന്നിട്ട് അവൻ്റെ അമ്മ ചോദിച്ചു, നീ എന്തിനാ, നിന്നെ കുറേ സായാലോ കാണാതെ, നീ എവിടെയായിരുന്നു? ഞാൻ മച്ചിൻ്റെ പുറത്തായിരുന്നു. എന്തേ? അല്ല, ഞാൻ മുട്ടയൊക്കെ അടയുന്നു. അതെന്തിനാ നീ പോയിട്ട്? അല്ല, കോഴി ഇരുന്നാലല്ല, ഞാനിരുന്നാൽ മുട്ട തൊലിക്കുമോ കുഞ്ഞിയാവുമോ എന്ന് നോക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇതൊക്കെ അയാളെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭയങ്കര വികൃതിയുള്ളൊരു കുട്ടിയായിരുന്നു ഈ കുട്ടി. പിന്നെ സ്കൂളിൽ ചോദിക്കുന്ന ചോദ്യം ഇതെല്ലാണ്,
ഈ നമ്മളിങ്ങനെ നടക്കുമ്പോൾ മൂണെന്തേ നമ്മളൊന്നിച്ച് വരുന്നത്? ചോദ്യം. ടീച്ചർമാർക്ക് ഉത്തരവില്ല അല്ലേ? സാധാരണ നമ്മളിങ്ങനെ നടക്കുമ്പോൾ കുട്ടികളെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ നടക്കുന്ന സമയത്ത് മൂൺ, അതായത് ചന്ദ്രൻ ഇങ്ങനെ നമ്മൾ ഒന്നിച്ച് തന്നെ വരും അല്ലേ? അപ്പോൾ ഒരു കൗതുകം കൊണ്ട് ചോദിച്ചു ടീച്ചറോട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇത് സിലബസിലില്ലാത്ത ചോദ്യമാണ്, ഇരിക്കടാടാന്ന് പറഞ്ഞു. പണ്ടത്തെ കാലമല്ലേ, ഇരിക്കടാ. അങ്ങനെ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് അവൻ്റെ. ഈ ഉത്തരവില്ല. ഇനി ആ കാലത്ത് സയൻസ് അത്ര വളർന്നിട്ടില്ല. ഉത്തരവില്ലാത്തതുകൊണ്ട് തന്നെ ടീച്ചർമാർ ഒരു ലെറ്റർ എഴുതിയിട്ട് ഒട്ടിച്ചിട്ട് പിന്നെ ഇവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്മ അത് വായിച്ചു നോക്കിയിട്ട് നമ്മളേക്ക് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ കുട്ടി ഭയങ്കര വികൃതിയാണ്, ഒന്നിനും കൊള്ളൂല, പഠിക്കൂല, കുറേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും, വികൃതി തരമാണ് ക്ലാസ്സിൽ, വേണ്ടാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു, സിലബസ് ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തു. അങ്ങനെ ഇവൻ ചോദിച്ചു, ഉമ്മ എന്താണ് ലെറ്ററിലുള്ളത്? അപ്പോൾ ഉമ്മ പറഞ്ഞു, എടാ നീ ആ സ്കൂളിലെ സൂപ്പർ കുട്ടിയാണ്, അടിപൊളി കുട്ടിയാണ്, നിനക്ക് നല്ല ബുദ്ധിയാണ്, അതുകൊണ്ട് നീ നാളെ മുതൽ സ്കൂളിൽ പോകണ്ട, നീ വീട്ടിലിരുന്ന് പഠിച്ചാൽ മതി എന്നാണ് പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നീ നല്ല എക്സലൻ്റ് സ്റ്റുഡൻ്റാണ്, അതുകൊണ്ട് നിനക്ക് പഠിക്കാനൊന്നുമില്ല, നീ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞ് അമ്മ സമാധാനിപ്പിച്ച് അവനെ അവിടെ ഇരുത്തി. അങ്ങനെ അമ്മ തന്നെയാണ് ഈ നമ്മളെ എഡിസനെ പഠിപ്പിച്ചത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ അമ്മ ഈ എഡിസനെ പറഞ്ഞ് ഈ കത്തിൻ്റെ കാര്യം, ഉള്ളടക്കം എന്താണെന്ന് വിവരിച്ചു കൊടുത്തു. അപ്പോഴാണ് എഡിസന് മനസ്സിലായത് എൻ്റെ അമ്മ ആരെന്ന്. നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം തന്നെ പിടിച്ച് 4 അടിയും കൊടുത്ത് അല്ലേ, 4 പൊട്ടിച്ച്, നീ ഇതിനാണോ നീ സ്കൂളിൽ പോയിനി, നീ മാഷന്മാരെ കച്ചറാക്കണേ, ഓ പഠിച്ചവനെ, നീ എന്തിനു വേണ്ടിയിട്ട് പോയത്? നീ എൻ്റെ കുടുംബത്തിൻ്റെ പേര് കളയാണ്, തറവാട്ടിൻ്റെ പേര് കളയാണ് എന്ന് പറഞ്ഞ് ആകെ പ്രശ്നം വഷളാക്കി അവസാനം വലിയൊരു പിന്നെ ബോംബുണ്ടാക്കുന്ന മനുഷ്യനാക്കി മാറ്റും നമ്മൾ അവനെ അല്ലേ. രാജ്യം തന്നെ നശിപ്പിക്കുന്ന ഒരുത്തനാക്കിയിട്ട് മാറ്റും നമ്മൾ അവനെ. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കുന്നതാണ്. പക്ഷേ എഡിസൻ്റെ അമ്മക്ക് അങ്ങനെയല്ല. എഡിസൻ്റെ അമ്മ വളരെ കണ്ണിങ്ങാണ്. അവനെ പഠിപ്പിച്ചു. 1000ഓളം പരീക്ഷണങ്ങൾ, 1000 അല്ല, ഏകദേശം 2000ഓളം പരീക്ഷണങ്ങൾ നടത്തി 1000ഓളം സാധനങ്ങളുടെ പാറ്റൻറ്റ് എടുത്ത ആളാണ് തോമസ് ആൽവ എഡിസൺ. സ്കൂളിൽ പോയിട്ടില്ല, സ്കൂളിൽ പോവാത്ത ഒരുത്തനാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മക്കൾ സ്കൂളിൽ പോയാൽ മാത്രം പഠിക്കണം എന്നില്ല. കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കി രക്ഷിതാക്കൾ പെരുമാറുന്നതാണ്, ഈ എഡിസൻ്റെ അമ്മയെപ്പോലെ പെരുമാറുന്നതാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് പ്രധാനമായിട്ടും വേണ്ട ഒരു ക്വാളിറ്റി. നേരത്തെ പറഞ്ഞതുപോലെ കളിക്കാൻ അനുവദിക്കണം, അതോടൊപ്പം ഇത്തരത്തിലുള്ള കുട്ടികളുടെ കഴിവിനെ മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ചെറിയ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു, അതായത് ഒരു കുട്ടി എന്താ പ്രശ്നം വെച്ചത്, ഈ സ്പീക്കർ ഉണ്ടല്ലോ, ഈ സാധനം ഈ സ്പീക്കർ എപ്പോഴും കുത്തിയിട്ട് പൊട്ടിക്കുന്നത് പണി ഓനെ. അച്ഛൻ എത്ര പ്രാവശ്യം സ്പീക്കറിനെ ശരിയാക്കിയിട്ട് കൊണ്ടാലും ഓനെന്ത് ചെയ്യുന്നു, ഞാൻ കുത്തിയിട്ട് പൊട്ടിക്കും. ഇതെല്ലാ വീട്ടിലുള്ളതാണ്. ഇത് ഒരു എക്സാമ്പിൾ. അവസാനം സൈകെട്ടിട്ട് പിന്നെ അവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഞാൻ അവിടെ മാഷായതുകൊണ്ട് എൻ്റെ അടുത്ത് കൊണ്ടു. ഇവനെ ഒന്നെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ പഠിപ്പിച്ചിട്ട് ഒന്ന് ശരിയാക്കണം, എപ്പോഴും പണി ഇതാണ്, ഈ സ്പീക്കറിനെ കുത്തിയിട്ട് പൊട്ടിക്കാൻ. അങ്ങനെ ഞാൻ അവനെ വിളിച്ചു ചോദിച്ചു, എടാ എന്തിനടാ നീ ഈ സ്പീക്കർ കുത്തി പൊട്ടിക്കുന്നത്, അതിൻ്റെ പൈസ എത്രയാവും, നിൻ്റെ അച്ഛനത് നഷ്ടമല്ലേ, നിനക്ക് ടോയ്സ് എല്ലാം വാങ്ങിച്ചു തരുന്നതല്ലേ, നീ എന്തിനത് കുത്തി പൊട്ടിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, മാഷേ അതിൻ്റെ ഉള്ളിൽ ആരി പാടുന്നത്? ചോദ്യം 1, ഇതിൻ്റെ ഉള്ളിൽ ആരി പാടുന്നത്? ഞാൻ പാടുന്നത് അതിൻ്റെ കാന്തം എങ്ങനെ പാടുന്നത് എന്നോ ചോദിച്ചതാണ്. ഓക്കെ, ഇന്നോൻ ബാംഗ്ലൂരിൽ എഞ്ചിനീയറാണ്. ഓക്കെ, അനിൽകുമാർ എന്നാണ് പേര്. അപ്പോൾ കാന്തം എങ്ങനെ പാടുന്നത്? ഞാൻ പറഞ്ഞു, കാന്തത്തിൽ പിന്നെ അതിൻ്റെ വയറുണ്ട്. മാഷ് അതൊന്ന് അയച്ചിട്ട് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞു. അതിൻ്റെ വയറല്ലോ, ശരി, കാരണം ഞാൻ കുറച്ച് ടെക്നിക്കലി പഠിച്ചതാണ്. ഓക്കെ, മാമുക്കോയ പറഞ്ഞ പോലെ ഞാൻ വലിയ പോളിടെക്നിക്കിലൊന്നും പോയിട്ടില്ല പറഞ്ഞ പോലെ ഞാൻ കുറച്ച് ടെക്നിക്ക് പഠിച്ചുകൊണ്ട് ഞാനത് അയച്ചിട്ട് കാന്തം എടുത്ത് കാണിച്ചു. കാന്തത്തിൻ്റെ അടുത്ത് പോകാൻ കുറച്ച് സമയം അതിൻ്റെ മുട്ട് സൂചിയെല്ലാം വെച്ച് ഇങ്ങനെ കുറച്ച് കളിച്ചു അല്ലേ. കാന്തം കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ അല്ലേ, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. എഡിസൻ്റെ ഏറ്റവും വലിയ കളിക്കോപ്പായിരുന്നു കാന്തം. ഗാന്തം എന്ന് നമുക്ക് കാസർഗോഡ് പറയും അല്ലേ, കാന്തം എന്നാണ്, കായാണ്. ഓക്കെ, മാഗ്നറ്റ്. അങ്ങനെ അത് അയച്ചു കൊടുത്തിട്ട് കാണിച്ചു കൊടുത്തു. ഇതാണ് സംഭവം, ഇങ്ങനെയാണ് ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനിങ്ങനെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ പേപ്പർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പേപ്പർ ഉണ്ടല്ലോ, ഈ ബോക്സിൻ്റെ ഉള്ളിലൊരു പേപ്പറുണ്ട്. ആ പേപ്പർ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യും. അതെല്ലാം കണ്ടപ്പോൾ അവനെ കൗതുകം കൂടി. പിന്നെ ഓൻ പറഞ്ഞു,
ഞാൻ ചോദിച്ചു ഇപ്പം നിനക്ക് ഈ കാര്യം ശരിയായോ, മനസ്സിലായോ, നിനക്ക് എന്ത് ക്ലിയർ ആയോ? ആ ക്ലിയറായി മാഷേ, പ്രശ്നമില്ല, ഓക്കെ. അപ്പോൾ എൻ്റെ സംശയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെ ആൾക്കാർ നിൽക്കുന്നത്, ചെറിയ ബോക്സാണ്, അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ എങ്ങനെ നിൽക്കുന്നതെന്നാണ് എൻ്റെ സംശയം. അതുകൊണ്ട് ഞാൻ കൊത്തിയിട്ട് നോക്കിക്കൊണ്ടിരുന്നത് ആളാരെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുമോ എന്നറിയാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഈ കുരുത്തക്കേട് ഉണ്ടാകുന്നത് പറഞ്ഞാൽ ഇതാണ്. പക്ഷേ അതിനുശേഷം അവൻ എന്നോട് ഇപ്പോഴും സംസാരിക്കാറുണ്ട്, എന്നെ കാണുമ്പോൾ ചിരിക്കാറുണ്ട്, പണ്ടത്തെ കാന്തത്തിൻ്റെ കഥ പറയാറുണ്ട്. അപ്പോൾ എന്നോട് പറയും, മാഷേ അന്ന് നിങ്ങൾ അയച്ചു തന്നതാണ് എൻ്റെ ടെക്നോളജി, ഞാൻ അതിന്ന് പഠിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ടാണ് പിന്നീട് ഞാൻ ടെക്നോളജി അങ്ങനെയൊക്കെ പഠിച്ച് ഇപ്പോൾ ബാംഗ്ലൂർ ഒരു എഞ്ചിനീയറാണ്. ഏകദേശം 2-2.5 ലക്ഷത്തോളം രൂപ സാലറി വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ ചെറുപ്പത്തിലുണ്ടായ ആകാംക്ഷ, കുരുത്തക്കേട് ഉള്ള കുട്ടി. അപ്പോൾ കുരുത്തക്കേട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട അതൊരു വലിയ പ്രശ്നമാണ്. എന്നുവെച്ചാൽ മക്കളെ നിങ്ങൾ കുരുത്തക്കേട് കളിക്കണം എന്നല്ലേ പറഞ്ഞു കേട്ടോ, അത് തെറ്റിദ്ധരിക്കരുത്. മക്കൾ റോഡിലൂടെ സൈക്കിൾ എടുത്ത് പോയി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, ഉമ്മ വെച്ച ബൈക്കോ കാറോ എടുത്തിട്ട് പോവുക ലൈസൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ അവരെ പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ അനാവശ്യമായ കൂട്ടുകൂടുക, ഇതൊന്നും കുരുത്തക്കേടിൽ പെടുന്നതല്ല. നിങ്ങളുടെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണ് ഞാൻ ഈ കുരുത്തക്കേട് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ പേരങ്ങനെയാണ്, ഗുരുത്വം കേടുണ്ടാവുക, അങ്ങനെയാണ് കുരുത്തക്കേടെന്ന് വന്നത്. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ MD ഡോക്ടർ സഫ്വാൻ സാറ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മക്കൾ കഴിവുള്ള മക്കളാക്കി മാറ്റണം വ്യത്യസ്ത മേഖലകളിൽ. ഇപ്പോൾ നമ്മൾ ഇന്ദിരാനഗർ ബ്രാഞ്ചിലും മേൽപ്പറമ്പ് ബ്രാഞ്ചിലും നല്ല പാഠം സീഡ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരുപാട് പരിപാടികൾ നടത്തുന്നുണ്ട്. എന്തിനാണ്? ചിലപ്പോൾ സാറിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ഇതെന്തിനീ പഠിക്കുന്ന സമയത്ത് ഇത്രയും പ്രോഗ്രാംസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നിങ്ങളിവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നവരുണ്ടാവും, ക്രാഫ്റ്റ് ചെയ്യുന്നവരുണ്ടാവും, നന്നായിട്ട് കുക്കറി ഷോ ചെയ്യുന്നവരുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരുണ്ടാവും. ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടാണോ ചെയ്തത്? നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് ജോലി പഠിപ്പിക്കുന്ന ഒരു ഇതിലേക്ക് ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? പാരൻസിനോട് ചോദ്യം, ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഇന്ന ജോലി ഉണ്ടാവില്ല, ഞാൻ പഠിച്ച ടെക്സ്റ്റ് ബുക്കിലും. അപ്പോൾ നമ്മൾ പിന്നെ MD നമ്മളോട് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠനത്തോടൊപ്പം എന്തും കൂടെ വേണം, പാഠ്യേതര പ്രവർത്തനങ്ങൾ കൂടെ വേണം. പാഠ്യേതര പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിൽ, അതായത് സ്റ്റേജ് പ്രസൻറ്റേഷൻ, ഇന്നത്തെ ഇപ്പോൾ ആനുവൽ ഡേ പോലുള്ള പ്രസൻറ്റേഷൻ പ്രോഗ്രാം, ടോക്ക്, ഖുറാൻ റെസിറ്റേഷൻ, അതുപോലെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിലെ ഇമ്പ്രൂവ്മെൻറ്റ്, അങ്ങനെ പല പ്രോഗ്രാംസ്, ഗുരുവന്ദനം, ഇങ്ങനെ പല പ്രോഗ്രാംസും നടത്തുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ നിന്ന് എന്നോട് പെട്ടെന്നാണ് സഫാൻ സാർ പറയുന്നത്, പ്രവീൺ സാർ ഒരു 5 മിനിറ്റ് നിങ്ങളൊന്ന് ഡീൽ ചെയ്യണം പാരൻസുമായിട്ട്. അപ്പോൾ ഞാൻ എന്ത് സംസാരിക്കണം എന്നുള്ളത് എൻ്റെ തലയിൽ കുറച്ച് ഞാൻ അപ്പം തന്നെ സ്റ്റോറാക്കി വെച്ചു, എന്തൊക്കെ സംസാരിക്കണം, എന്തൊക്കെ പോയിന്റുകൾ സംസാരിക്കണം. അതിനുശേഷമാണ് നിങ്ങളെ മുമ്പിൽ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. എനിക്ക് ഇനിയിപ്പോൾ ഇന്ന് ഇങ്ങനെ മുഴുവൻ സംസാരിച്ചാലും ഇത് സ്റ്റോക്ക് തീരില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. കാരണം എന്തുകൊണ്ട് പറഞ്ഞാൽ അനുഭവമാണ്, അത് വലിയൊരു സംഭവമൊന്നുമല്ല, അത് ആർക്കോ. പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ സംസാരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബില്യാർഡ്സ് പോലുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് അത്രയും വലുതാണ്. ആ മക്കളൊക്കെ ചെറിയ പ്രായത്തിൽ, എനിക്കൊക്കെ ഒരു കോളേജ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ധൈര്യം വന്നത്. നമ്മുടെ മക്കളെ കാണുമ്പോൾ നമ്മൾക്ക് അതിശയം തോന്നും. LKG പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിശയപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ നല്ല മക്കൾക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം. ആ നല്ല മക്കൾക്ക് എല്ലാവരും നല്ലൊരു കയ്യടി. നമ്മൾ മലയാളികൾക്ക് അപ്പോൾ ഒരു പ്രശ്നമാണ്, ഈ കയ്യടിക്കാൻ ഭയങ്കര പ്രയാസമാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? കാരണം നമ്മൾക്ക് കയ്യടിക്കാൻ ഭയങ്കര കയ്യടിയിൽ കുറേ ഗുണമുണ്ട്. ഓക്കെ, കയ്യടിയും അതുപോലുള്ള കാര്യങ്ങളിലും. അപ്പോൾ അവർക്കൊക്കെ ഈ അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി വരുന്ന കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ് കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ബില്യാർഡ്സ് അതിനെ അടുത്ത വർഷം മുതൽ സർ അതിൻ്റെ ഒരു പ്ലാനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുകയാണ്, ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്, എങ്ങനെ റോബോട്ടിക്സിലേക്ക് കുട്ടികളെ കൊണ്ടുവരാം. കാരണം നിങ്ങൾ ആലോചിക്കണം, ഒരു വർഷം ഒരു BMW എത്ര കാർ ഇറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ വോൾസ് വാഗൻ്റെ എത്ര വണ്ടി പ്രീമിയം കാറുകൾ ഇറങ്ങുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങനെയുള്ള സൗണ്ട് ബോക്സ് സിസ്റ്റംസ് എത്ര ഇറങ്ങുന്നുണ്ടാവും. ഇതെല്ലാം മനുഷ്യൻ വിചാരിച്ച ഇതിൽ ഇത്രയും ഇറക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഹീറോ ബൈക്ക്, ഹോണ്ടയുടെ ബൈക്ക്, അല്ലെങ്കിൽ സ്കൂട്ടി, അല്ലെങ്കിൽ TVS കമ്പനിയുടെ വണ്ടികൾ, ഇതെല്ലാം മനുഷ്യൻ വിചാരിച്ചാലൊന്നും ഇത്രയും വേഗതയിൽ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇതെല്ലാം ആരാ ഉണ്ടാക്കുന്നത്? റോബോട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മനുഷ്യന് ഇതിൻ്റെ സ്ക്രൂ ടൈറ്റ് ചെയ്തുകൊണ്ട് ഒരു
10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഒരു അശോക് ലൈലാൻഡിൻ്റെ വണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ബോഡി ആദ്യം അതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാക്കി അതിൻ്റെ ഫ്രെയിമിലേക്ക് വന്ന് അതിൻ്റെ എൻജിൻ ഘടിപ്പിച്ചു, ആക്സസറി ഘടിപ്പിച്ചു, പെയിൻറ്റിങ് എല്ലാം ചെയ്ത് കംപ്ലീറ്റ് എല്ലാം ആക്കിയിട്ട് 10 മിനിറ്റിന് ഓരോ വണ്ടി ഇറങ്ങുകയാണ്. ഇതെല്ലാം മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ? ഇല്ല. വലിയ വലിയ കമ്പനികളിൽ റോബോട്ടിക്സ് ആണ്. ആ റോബോട്ടിക്സിൽ കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ മെഷീനിൽ പ്രോഗ്രാമിങ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ഈ മെഷീൻ എങ്ങനെ വർക്ക് ചെയ്യണം, ഏത് രീതിയിൽ മൂവ് ചെയ്യണം, ഏത് രീതിയിൽ കട്ട് ചെയ്യണം, എന്ത് ഗിയർ ഉണ്ടാക്കണം, ഏത് സ്പെസിഫിക്കേഷനിൽ അത് വരണം, എത്രയാണ് അതിൻ്റെ റേഷ്യോ, എങ്ങനെ അതിനെ ജോയിൻ ചെയ്യാം, എങ്ങനെ അതിൻ്റെ ടൈറ്റ്, എത്ര ടൈറ്റ് വേണം, എത്ര ലൂസാക്കണം, എത്ര ടെൻഷൻസ് അതിന് കൊടുക്കണം, എത്ര ലോഡ് എടുക്കാൻ പറ്റും എന്നിങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നത് റോബോട്ടാണ്. ഈ റോബോട്ടിന് പ്രോഗ്രാം കൊടുക്കുന്നത് നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരാണ്. റോബോട്ട് നമ്മൾ പറഞ്ഞ പോലെ പ്രവർത്തിക്കും. നിങ്ങളിപ്പോൾ കാണും, നമ്മളോട് മക്കളോട് പറയും, മോനെ ഒന്ന് കടയിൽ പോയിട്ട് ഒരു 2 കിലോ ഇറച്ചി വാങ്ങിച്ചു കൊണ്ടാ, അല്ലെ ചിക്കൻ വാങ്ങിച്ചു കൊണ്ടുവരാ, ഇതാക്കൊണ്ടാ. ഇനി കുറേ കാലം കഴിയുമ്പോൾ ഇതൊന്നും ഉണ്ടായില്ല. നിങ്ങളെ വീട്ടിലൊരു റോബോട്ട് ഉണ്ടാവും. ആ റോബോട്ടിനെ പ്രോഗ്രാം ചെയ്ത് വിട്ടിട്ടുണ്ടാവും. റോബോട്ട് പോയിട്ട് സാധനം കൊണ്ടുവരും. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഇങ്ങനെ സംശയം ഉണ്ടാവും, ഇത് സാർ എന്താ പറയുന്നത്, ഇത് തന്നെ സംഭവിക്കാൻ പോകുന്നത്. റോഡുകളിൽ മനുഷ്യനുണ്ടാവില്ല, റോബോട്ടായിരിക്കും. ഓരോരുത്തരും ഓരോ റോബോട്ടുകളുണ്ടാവും. അവനായിരിക്കും അതിനെ നിയന്ത്രിക്കുന്നത്. കാരണം വർക്ക് ലോഡ് കുറഞ്ഞു. പിന്നെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ആക്യുറസിയാണ്. കറക്റ്റ് ആക്യുറസി. അതായത് നമ്മൾ എന്താണോ പറയുന്നത് ആ പറയുന്നത് മാത്രമേ അത് ചെയ്യുന്നത് കൃത്യമായി ചെയ്യും. ഇനി വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്തിരൻ എന്നുള്ള സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ മക്കൾ? എന്തിരൻ കണ്ടിട്ടുണ്ടാവും, കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ആ എന്തിരൻ സിനിമയിൽ ഇങ്ങനെ റോബോട്ടാണ്. അപ്പോൾ റോബോട്ടിന് റോങ് പ്രോഗ്രാമിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് മക്കളെ നമ്മൾ അടുത്ത ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ ജനറേഷനാണ്. അപ്പോൾ ആ ടെക്നോളജിയിലേക്ക് മക്കളെ മാറ്റണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസങ്ങൾ നൽകിയേ തരൂ. അതിനുവേണ്ടി ബില്ലിയാർഡ്സ് ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അതിൻ്റെ റിസർച്ചിലാണ്. അത് തീർച്ചയായിട്ടും മക്കൾക്ക് കിട്ടും. അതിൻ്റെ ഒരു പ്രാരംഭ നടപടികൾ നമ്മൾ ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ നമ്മൾ സംഘടിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു ഉദ്ദേശ ലക്ഷ്യം. ഇനി വേറൊരു കാര്യം കൂടെ ഒരു പോയിൻറ്റും കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പോഴത്തേക്കും ഏകദേശം നമ്മൾക്ക് വരാനാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതായത് നമ്മൾ മക്കളെ അടിക്കാറുണ്ട്, അല്ലെങ്കിൽ ദേഷ്യപ്പെടാറുണ്ട്, അല്ലേ? അടിക്കുക, ദേഷ്യപ്പെടുക, ഇതൊക്കെ നമ്മൾക്ക് ജീവിത സാഹചര്യങ്ങളിൽ വന്നു പോകുന്ന ഒരു ഇമോഷൻ ലെവലാണ്. കുട്ടി കരയുന്നത് പറഞ്ഞാൽ ഒരു ഇമോഷനാണ്. ആ ഇമോഷനെ പോലെ തന്നെ നമ്മൾക്ക് ദേഷ്യം എന്നുള്ള ഇമോഷൻ. ഈ ഇമോഷനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യേണ്ടി വരും. അതിനുള്ള ചെറിയൊരു ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ കുട്ടിക്കാലം ഒന്ന് ആലോചിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ എന്തായിരുന്നു, നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ ക്ലാസ്സിൽ എങ്ങനെയായിരുന്നു, നമ്മുടെ ടീച്ചറുടെ എങ്ങനെയായിരുന്നു എന്ന് നമ്മളിലെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഏതായാലും നമ്മുടെ ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് പരിപാടിയിലേക്ക് കടക്കാം. പിന്നെ മറ്റൊരു കാര്യം, എന്തായാലും രക്ഷിതാക്കൾ ഇത്രയും സമയം കേട്ട് നിന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ബില്ലിയാർഡ്സ് നല്ല പാതയിലാണ് പോകുന്നത്. വളരെ നല്ല അഡ്മിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. വളരെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയുള്ള പ്രയത്നത്തിലാണ്. രക്ഷിതാക്കൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും വളരെ രമ്യതയോടുകൂടി പറയുകയും അതിനെ ഒരു റൗണ്ട് ടേബിളിൽ, ഒരു വട്ടമേശയിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു സോ മച്ച് ഡിയർ പാരൻസ് ഷെയറിങ് എ ഫ്യൂ മിനിറ്റ്സ് ഫോർ മീ. താങ്ക് യു സോ മച്ച്.